നമ്മളിപ്പോൾ ഗേറ്റിലേക്ക് ഒരു സാധനം വരുന്നത് മുതൽ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വരെയുള്ള ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പം ഇവിടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട്, മാനുഫാക്ചറിങ് പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. എല്ലാ കമ്പനികളിലും ഉണ്ടാവും, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അത് മാനുഫാക്ചറിങ് നമ്മൾ കിട്ടുന്ന സമയത്ത് അത് കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ പർച്ചേസ് ഉണ്ടാവും, സ്റ്റോക്സ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്. അക്കൗണ്ട്സ് ആണോ ഫിനാൻസ് ആണോ വലുത്? ഫിനാൻസ് ആണോ അക്കൗണ്ട്സ് ആണോ വലുത്? ഇത് വരുന്ന സമയത്ത്, ഒരു ഹയറാർക്കി വരുന്ന സമയത്ത് ഏതാണ്? അക്കൗണ്ട്സിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഫിനാൻസിന്റെ മുകളിലാണ് അക്കൗണ്ട്സ് വരിക. അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഓൾ ഓവർ എല്ലാ കാര്യങ്ങളും വരും. ഒരു ഇതിനകത്തല്ല. ഫിനാൻസ് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് മാത്രമാണ് ഫിനാൻസിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ വേണമല്ലോ നമുക്ക്. ഇവിടെ നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്നാലല്ലേ നമുക്കത് ഈ പ്രോസസ്സിങ്, ബാക്കിയുള്ള പ്രോസസ്സിങ് എല്ലാം നടക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു മെറ്റീരിയൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഒരു ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലെവലിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാ കമ്പനിയിലും ഒരു മിനിമം ഓർഡർ ലെവൽ ഉണ്ടാവും. മിനിമം ലെവൽ സ്റ്റോക്ക് നമ്മൾ വെക്കും. അപ്പം അത് ഏകദേശം ഓരോ കമ്പനി ഓരോ തരത്തിലാണ് വെക്കുക. ഒരാഴ്ചക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ വെക്കുന്ന ആളുകളുണ്ടാവും, ഒരു മാസത്തേക്ക് വെക്കുന്ന ആളുകളുണ്ടാവും, 2 മാസത്തേക്ക് വെക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെ സ്റ്റോക്ക് ലെവൽ നോക്കാനായിട്ട് സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റും അതിന് കീഴിൽ സൂപ്പർവൈസേഴ്സും ഉണ്ടാവും. അപ്പോൾ സൂപ്പർവൈസേഴ്സ് പറയാണ് ഇത്ര സ്റ്റോക്ക് ഉണ്ട്, നമ്മളെ ഗ്രൗണ്ടിൽ സ്റ്റോക്ക് ഇത്ര ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു മാസത്തേക്ക് പ്രൊഡക്ഷൻ എടുക്കാനുള്ള സ്റ്റോക്കാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരെ കൊണ്ടുവന്ന ഉടനെ നേരെ അതിനകത്ത് കൊണ്ടിടുകയല്ലേ ചെയ്യുക. നമ്മളിവിടെ കാണുന്നുണ്ട് പല പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, കണ്ടില്ലേ? നമ്മളിവിടെ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടറാണ് വരുന്നത്, യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാസ് സിലിണ്ടറാണ് വരുന്നതെങ്കിൽ ആ ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഒരു ഹോളൊക്കെ ഇട്ടില്ലെങ്കിൽ അതിനെ കീറി മുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഇടുക. അതായത് ആ ഫർണസിലേക്ക് ഇടാൻ പാകത്തിൽ നമ്മൾ ഇതിനെല്ലാം തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് കൊണ്ടിടുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് അതിനകത്തുള്ള എയർ പുറത്ത് വരുന്നത് എങ്ങനെയാണ് പുറത്ത് വരിക? പൊട്ടിയിട്ടായിരിക്കും വരിക, ബ്ലാസ്റ്റ് ചെയ്തിട്ടായിരിക്കും പുറത്ത് വരിക. അപ്പോൾ നമ്മളത് അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടാണ്, സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മളവിടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രോസസ്സിംഗ് ആണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ ഗ്യാസ് കട്ടിങ് നടക്കുന്നുണ്ട്. അതുപോലെ ഓയിലുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിനവിടെ കട്ട് ചെയ്തിട്ട് ആ ഓയിലും റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുപോലെ പല തകരങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൂടെ നമ്മൾ വാരിക്കോരി ഇടണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ ഒരു മെഷീനുണ്ട്, സ്ക്രാപ്പ് ബെയിലിംഗ് പ്രസ് എന്നാണ് പറയുക. അതിനെന്താ വെച്ചാൽ ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ അതിനകത്തിട്ട് ഇതിനെ പ്രസ് ചെയ്തെടുക്കും, ഒരു ബ്രിക്കറ്റ് രൂപത്തിലാക്കും. ഏകദേശം 120 കിലോ 130 കിലോ വെയിറ്റ് ഉണ്ടാവും ആ ബ്രിക്കറ്റിന്. നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും, വലിയ സ്ക്വയർ ബോക്സ് ആയിട്ട് കിടക്കുന്നത്. അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പം അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു മാസത്തേക്കുള്ള സ്റ്റോക്കേ ഉള്ളൂ, ഇനി നമുക്ക് സ്റ്റോക്ക് വേണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സിങ് എല്ലാം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മളിത് പ്രൊഡക്റ്റിലേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുകയാണ്, നമ്മളെ കയ്യിൽ കുറേ ലിസ്റ്റ് ഉണ്ടാവും, സപ്ലൈസിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ സപ്ലൈസിൻ്റെ ലിസ്റ്റിൽ നമ്മൾ ഒരു കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷൻ നമ്മൾ അവരെ നിന്ന് ഇൻവൈറ്റ് ചെയ്യും. ഞങ്ങൾക്ക് 1000 ടൺ മെറ്റീരിയൽ വേണം, ഇന്ന റേറ്റ് ആണ്, അല്ല നിങ്ങൾ റേറ്റ് കോട്ട് ചെയ്യും, ഞങ്ങൾക്ക് ഇന്ന ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് 1000 ടൺ മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞ് നമ്മൾ പറയാം. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സൂപ്പർവൈസർ സ്റ്റോറിലേക്ക് കൊടുക്കും, സ്റ്റോറിൽ നിന്ന് ഒരു ഇൻഡൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്നാണ് കോട്ട് എടുക്കുക, മാർക്കറ്റിൽ നിന്ന് സപ്ലൈസിൽ നിന്ന് ഒരു കോട്ട് എടുക്കും. ആ കൊട്ടേഷൻ എടുത്തതിന് ശേഷം ഇത് അവരൊന്ന് സ്റ്റഡി ചെയ്യും. സ്റ്റഡി ചെയ്തിട്ട് നമ്മളുടെ ഉദ്ദേശിച്ചിട്ടുള്ള പ്രൈസിനാണെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ക്വാളിറ്റിക്കാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ചുള്ള സമയത്തിനകത്ത് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് റിസീവ് ചെയ്യും, ഇത് അക്സെപ്റ്റ് ചെയ്യും. ആ കൊട്ടേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഒരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ആ പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഈ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എങ്ങനെ പർച്ചേസ് ചെയ്യണം, ഏത് വിലയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആര് തീരുമാനിക്കണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കണം. കാരണം നമുക്കിത് കോസ്റ്റ് ഒരു ഫാക്ടർ അല്ലേ, ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വലിയ ഫാക്ടർ അല്ലേ? ആ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ മാർജിൻ കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ പ്രൈസ് വരിക, മാക്സിമം റീറ്റെയിൽ പ്രൈസ് വരിക അല്ലേ? അപ്പം നമുക്ക് വയബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം അല്ലേ? അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കുറഞ്ഞ കോസ്റ്റിനായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് അല്ലേ? ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം നടത്തേണ്ടതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അവരെ അറിയിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഓർഡർ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, ഓർഡർ ഇഷ്യൂ ചെയ്തു.
ഇനി മെറ്റീരിയൽ വരണം. അപ്പോൾ നമ്മൾ ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സപ്ലയർ പറയാണ് ഇന്ന വെഹിക്കിളിൽ ഇത്ര ടൺ മെറ്റീരിയൽ ഞങ്ങൾ അയച്ചിട്ടുണ്ട്, നിങ്ങളത് റിസീവ് ചെയ്തോളൂ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ഗേറ്റിലേക്ക് എത്തും. ഗേറ്റിലേക്ക് വാഹനം എത്തിക്കഴിയുന്ന സമയത്ത് അവിടെ ഗേറ്റിൽ നോക്കും, ആ ഇൻവോയ്സ് നോക്കും. ഇൻവോയ്സ് നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് തന്നെയാണോ അയച്ചിട്ടുള്ളത് എന്നുള്ളത് അവർ വെരിഫൈ ചെയ്യും. പിന്നെ അതിനകത്താണ് പ്രധാനമായിട്ട് അവർ നോക്കുന്നത് GSTN നമ്പർ നോക്കും, GST നമ്പർ നോക്കും. കാരണം GST നമ്പർ നോക്കിയിട്ട് വേണം നമ്മളത് റിസീവ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ GST നമ്പറിലാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് അതിൻ്റെ ഈ നമ്മൾ അടയ്ക്കുന്ന നികുതിയുടെ ഒരു പാർട്ട് അവർക്കാണ് പോവുക. അതുകൊണ്ട് നമ്മൾ ഗേറ്റിൽ ഇത് നോക്കി വെരിഫൈ ചെയ്ത് നേരെ അകത്തേക്ക് വിടും. അകത്തേക്ക് വിട്ടിട്ട് ആ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും, സ്റ്റോറിൽ അറിയിക്കും. സ്റ്റോർ ഉടനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്വാളിറ്റിയിലേക്ക് അറിയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, നേരെ ക്വാളിറ്റിയിലേക്ക് അയക്കും. അപ്പോൾ കെമിസ്റ്റ് ഇതിൻ്റെ സാമ്പിൾ എടുത്ത് ഇവിടെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഇവർ ഓക്കെ ആണ്, നമുക്ക് കോമ്പറ്റബിൾ ആയിട്ടുള്ളൊരു സാധനമാണെന്ന് പറയുകയാണെങ്കിൽ അതിന് നമുക്ക് നേരെ സൂപ്പർവൈസേഴ്സിനെ നമ്മൾ അറിയിക്കും. അതവിടെ അൺലോഡ് ചെയ്യും. ഓക്കെ, അൺലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ബില്ല് നേരെ അക്കൗണ്ട്സിലേക്ക് വരിക. ഓക്കെ, അക്കൗണ്ട്സിലേക്ക് വന്ന് പിന്നെ അത് അവിടെ അക്കൗണ്ട് ചെയ്യും. പേയ്മെൻറ്റ് കൊടുക്കുന്നതൊക്കെ എത്രയാണോ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഏത് സമയത്താണെന്നുള്ളതൊക്കെ അത് അവർ നോക്കിക്കോളും. എന്നിട്ട് ആ മെറ്റീരിയൽ നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് പറയുന്നതെങ്കിൽ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യം ആ ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. എക്സസ് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തു, എക്സസ് ആയിട്ട് പ്രൊഡക്ഷൻ എടുത്തു, അതായത് ആവശ്യമുള്ളത് 5 ടണ്ണാണെങ്കിൽ നമ്മളൊരു 5.5 ടൺ വെച്ച് പ്രൊഡക്ഷൻ എടുത്തു, നമുക്ക് ഗുണമാണോ? ഇല്ല. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എന്താണോ ആ പ്ലാൻ ചെയ്തതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് നേരെ പ്രൊഡക്ഷൻ എടുക്കും. പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടല്ലോ, അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ എടുക്കുക എന്നുള്ളതാണ്. നമ്മളെ മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു കാര്യമുണ്ടോ? പ്രൊഡക്ഷൻ ഒരു തരത്തിൽ ഈസിയാണ്. നമുക്ക് ആ മെഷീനറിയും മാൻ പവർ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഈസിയാണ്. ഇനി അത് സെയിൽ ചെയ്യണ്ടേ? സെയിൽ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരിക, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് വരിക. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് തറവ് സ്റ്റഡി ചെയ്തിട്ടുള്ള ആളായിരിക്കും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക, അതിനെ ഹെഡ് ചെയ്യുന്നത്. ദെൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് അവരത് മാർക്കറ്റിൽ സ്റ്റഡി ചെയ്ത് എന്താണ് നിലവിലുള്ള എന്താണ് മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് അനുസരിച്ച് ആ മെറ്റീരിയൽ അവർ സെയിൽ ചെയ്യും. സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അവരിൽ നിന്ന്, ആ ബയ്യറിൽ നിന്ന് നമ്മളൊരു പർച്ചേസ് ഓർഡർ വാങ്ങിക്കും. ഓക്കെ, എന്നാലല്ലേ ആ കൺഫർമേഷൻ വേണ്ടേ? ആ കൺഫർമേഷന് പുറത്താണ് നമ്മളിവിടെ വെഹിക്കിൾ അറേഞ്ച് ചെയ്യും. ദെൻ നേരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഗേറ്റ് കടന്ന് അവരെ കമ്പനിയിലേക്ക്. ഇതാണ് ഗേറ്റ് ടു ഗേറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്.